ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയുടെ പ്രസംഗമുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒരു ഏജൻറ്റാണ്, മരണത്തിൻ്റെ ഏജൻറ്റാണെന്ന് പറയുന്ന ഒരു പ്രസംഗമുണ്ട്. എക്സ്പേർട്സ് പറയുന്നത് ഒന്നുകിൽ ഇത് ഈ BSCയിൽ ഉണ്ടാക്കിയപ്പോൾ, ഈ പേജർ ഉണ്ടാക്കിയ സമയത്ത് തന്നെ അവരതിൽ എക്സ്പ്ലോസീവ്സ് ഘടിപ്പിച്ചു. വളരെ ചെറിയ എക്സ്പ്ലോസീവാണ്, ഒരുപാട് പരിക്കേൽക്കാൻ കഴിയുന്ന കിലോ കണക്കിനൊന്നുമല്ല, 100-250 ഗ്രാം എക്സ്പ്ലോസീവാണ് അതിൽ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വഴി തന്നെ അത് ഹാക്ക് ചെയ്ത് അതിൽ എക്സ്പ്ലോസീവ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആദ്യത്തേതാണ് സാധ്യത കൂടുതൽ. ഒന്ന് ഹംഗറി, ഇസ്രായേൽ എന്ന് പറഞ്ഞ സൗഹൃദമുള്ള രാജ്യങ്ങളാണ്. ഇതിലെ രസകരമായ കാര്യം വെച്ചാൽ ഈ പേജർ എന്ന് പറഞ്ഞ ഉപകരണം ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലായത്. എനിക്കറിയില്ലായിരുന്നത്. അത് കാലഹരണപ്പെട്ടു പോയൊരു ഉപകരണമാണ് എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഈ എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പോൾ ദുരന്ത നിവാരണ രംഗത്ത്, അതുപോലെ ഹോസ്പിറ്റലുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വേറെ തരത്തിൽ പേജർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഈ ഷോപ്പിംഗ് മാളുകളിൽ നമ്മൾ പോകുമല്ലോ, ഷോപ്പിംഗ് മാളിലെ ഈറ്ററികളിൽ പോകുമ്പോൾ, റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ നമ്മൾ ഫുഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ടിലൊരു സാധനം തരും. അപ്പോൾ ഫുഡ് റെഡിയാക്കി കഴിയുമ്പോൾ BB പഠിക്കും. അത് ഒരു തരം പേജർ തന്നെയാണ്. അത് നമുക്ക് ഒരുപാട് അകലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് അതും പേജർ തന്നെയാണ്. മറ്റേതിൽ നമുക്ക് മെസ്സേജസ് വരുന്നതേ ഉള്ളൂ, ഇത് വേറൊരു തരത്തിൽ പേജർ തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേജർ ഇവർ വാങ്ങിയത് തായ്വാനിലുള്ളൊരു കമ്പനിയിൽ നിന്നാണ്. ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് വാങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ പേജർ ദുരന്തം ഉണ്ടായത് തന്നെ ഈ ഗോൾഡ് അപ്പോളോയുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ മോഡൽ, ഈ പേജറിൻ്റെ മോഡൽ സംബന്ധിച്ച് വിവരങ്ങളൊക്കെ അപ്രത്യക്ഷമായി, വെബ്സൈറ്റ് തന്നെ ഡൗണായി. പിന്നീട് ഇന്ന് ഈ തായ്വാൻ കമ്പനിയുടെ CEO വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്, ഇത് ഞങ്ങളല്ല നിർമ്മിച്ചത്, ഞങ്ങളുടെ ലൈസൻസ് ഉള്ള ഹംഗറിയിലെ ബുഡാപെസ്റ്റിലുള്ള ഒരു കമ്പനി, BAC എന്നാണ് കമ്പനിയുടെ പേര്, അവർ ഞങ്ങളുടെ ഈ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ ലൈസൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവരാണ് ഇത് നിർമ്മിച്ചത്, ഞങ്ങളല്ല എന്ന് വിശദീകരിക്കുകയാണ്. ഈ BAC എന്ന് പറഞ്ഞ കമ്പനി ഇതുവരെയും ഇതോട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇങ്ങനെയൊരു പേജർ എന്തുകൊണ്ടായിരിക്കും ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്? കാരണം മൊബൈൽ ഉപയോഗിച്ചാൽ അത് ട്രാക്ക് ചെയ്യപ്പെടും. കാരണം ഈ ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയുടെ പ്രസംഗമുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒരു ഏജൻറ്റാണ്, മരണത്തിൻ്റെ ഏജൻറ്റാണെന്ന് പറയുന്ന ഒരു പ്രസംഗമുണ്ട്. അപ്പോൾ അദ്ദേഹം ഹിസ്ബുള്ളയുടെ മെമ്പേഴ്സിനെ, കേഡേഴ്സിനെ മാത്രമല്ല, ഈ ലെബനാനിലുള്ള മുഴുവൻ മനുഷ്യരോടാണ് അദ്ദേഹം പറയുന്നത്. കാരണം നിങ്ങൾ അപകടത്തിലാക്കുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ. കാരണം നിങ്ങൾ എവിടെയുണ്ട്, നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് എന്തുകൊണ്ടായിരിക്കും പറയുന്നത്? കാരണം പെഗാസസ് ഒക്കെ ഉള്ള കാലമാണല്ലോ. അപ്പോൾ പെഗാസസ് ഇസ്രായേൽ വികസിപ്പിച്ച് അത് മറ്റിടങ്ങളിൽ മറ്റ് സർക്കാരുകൾക്ക് കൈമാറുക മാത്രമല്ല, അവരവരുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഫലസ്തീനുമായി യുദ്ധത്തിലുള്ള ഇസ്രായേൽ ഫലസ്തീനികളുടെ വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുമല്ലോ. ഫലസ്തീനികൾ തീർച്ചയായിട്ടും മൊബൈലൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല, അവർ വേറെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഈ മീൻസ് ഹമാസ് ഫൈറ്റേഴ്സ്. ഹിസ്ബുള്ളയും അതുപോലെ അവർ മൊബൈൽ ഉപയോഗിക്കുന്നില്ല, പകരം അവർ സന്ദേശ വിതരണത്തിന് വേണ്ടി പേജർ ഉപയോഗിക്കുന്നു. പേജർ ഉപയോഗിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഒന്ന് ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ പേജർ 2 തരമുണ്ട്. ഒന്ന് അങ്ങോട്ട് മാത്രം മെസ്സേജ് അയക്കാവുന്ന പേജറുകൾ, തിരിച്ച് മെസ്സേജ് അയക്കുന്ന പേജറുകളാണെങ്കിൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. ഈ 2 തരത്തിൽ ഇവർ അങ്ങോട്ട് മാത്രം മെസ്സേജ് അയക്കുന്ന പേജറുകളാണ് ഹിസ്ബുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവരുടെ നെറ്റില്ല. അപ്പോൾ എവിടെയാണ്, എന്താണ് ലൊക്കേഷൻ എന്താണെന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ ഇത് നോക്കുക, ഇതിപ്പം എക്സ്പേർട്സ് പറയുന്നത് ഒന്നുകിൽ ഇത് ഈ BSCയിൽ ഉണ്ടാക്കിയപ്പോൾ, ഈ പേജർ ഉണ്ടാക്കിയ സമയത്ത് തന്നെ അവരതിൽ എക്സ്പ്ലോസീവ്സ് ഘടിപ്പിച്ചു. വളരെ ചെറിയ എക്സ്പ്ലോസീവാണ്, ഒരുപാട് പരിക്കേൽക്കാൻ കഴിയുന്ന കിലോ കണക്കിനൊന്നുമല്ല, 100-250 ഗ്രാം എക്സ്പ്ലോസീവാണ് അതിൽ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വഴി തന്നെ അത് ഹാക്ക് ചെയ്ത് അതിൽ എക്സ്പ്ലോസീവ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആദ്യത്തേതാണ് സാധ്യത കൂടുതൽ. ഒന്ന് ഹംഗറി, ഇസ്രായേൽ എന്ന് പറഞ്ഞ സൗഹൃദമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാൻ കഴിയും, മൊസാദിന് അങ്ങനെ കഴിയുമായിരിക്കും. അപ്പോൾ ഇത് ചെറിയ, അങ്ങനെ വലിയ ഇൻറ്റൻസിറ്റിയുള്ള സ്ഫോടനമല്ല നടക്കുന്നത് ഈ 250 ഗ്രാം സ്ഫോടക വസ്തുവിൽ. പക്ഷേ ഇത് ശരീരത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് മാരകമാവുന്ന, അത് മരിക്കാവുന്ന പരിക്കുകൾ സംഭവിക്കും. പക്ഷേ ഒരേ സമയം റിമോട്ടായിട്ട് ഇത് പൊട്ടിക്കാൻ പറ്റി നിങ്ങളും കൂടി. അതാണ് സ്ഫോടക വസ്തു വെച്ചു മാത്രമല്ല, റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ ഈ പറഞ്ഞ സൊഫിസ്റ്റിക്കേറ്റഡ് ഡിവൈസസ്, ഞാൻ പറയുന്നത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഡിവൈസസ് ആണെങ്കിലും, ഈ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി ഒരു വികസിപ്പിടുത്ത ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത് അതുല്യമാണ്. അതിൽ അവർ നമ്പർ 1 തന്നെയാണ്. അപ്പോൾ പെഗാസസിന് എന്തുകൊണ്ടാണ് ഉപയോക്താക്കൾ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് അത് സർക്കാർ മേടിക്കുന്നത്? കാരണം അത്ര ഫുൾ പ്രൂഫായിട്ട് കാര്യങ്ങൾ ചോർത്താം. സ്പൈ ഡിവൈസസ് ഉണ്ടാക്കാൻ അവർ നമ്പർ 1 തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അത് ഇവിടെ ഉപയോഗിച്ചു എന്നാണ്. അപ്പോൾ 10-11 പേരാണ് മരിച്ചെങ്കിലും കൂടുതൽ പേർ മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ലെബനാനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ക്രൈസിസ് അതല്ല. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആളുകൾ മാത്രമല്ല അതിൽ ആക്രമിക്കപ്പെട്ടത്, ഹോസ്പിറ്റൽ സ്റ്റാഫ് മുതൽ ചെറിയ കുട്ടികൾ വരെ അതിൽ മരിച്ചവരിലുണ്ട്. അപ്പം ഈ 4,000 ഡിവൈസാണ് ഒരേ സമയം പൊട്ടിയത്. ഈ പൊട്ടി പരിക്കേറ്റ ആൾക്കാർ തന്നെ 2,000-3,000 ഇടയ്ക്ക് വരും. ഇത്രയും ആളുകൾ ഒരേ സമയം ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്നുള്ള അവരെ സംബന്ധിച്ച് അവരുടെ ഹെൽത്ത് സിസ്റ്റത്തെ താറുമാറായി കളഞ്ഞു. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ പോലും
യുദ്ധത്തിൽ കുറേ പേർക്ക് പരിക്കേൽക്കും. അവർ ചില സ്ഥലങ്ങളിലായി. ഇതങ്ങനെയല്ല. ലബനാനിലെ എല്ലാ പ്രദേശവും ഒരു സമയത്ത് പൊട്ടി അത്രയും ആളുകൾ ഒരേ സമയം ആശുപത്രിയിലേക്ക് വന്ന് അവരുടെ ഹെൽത്ത് സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കി. ഇന്നലെ വിവിധ രാജ്യങ്ങൾ, ഇപ്പോൾ തുർക്കി, അതുപോലെ ഈജിപ്റ്റ്, ഈ രാജ്യങ്ങളൊക്കെ ഹെൽത്ത് കെയർ സാധനങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അത്രയും പേര് ചികിത്സ ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അത്രമാത്രം എക്കണോമിക് ക്രൈസിസ് ഉള്ള രാജ്യം കൂടിയാണ് ലബനാൻ. അപ്പോൾ അത് ഒരു വശത്തൊരു പ്രശ്നം.